സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഒരു ദൗർഭാഗ്യമായ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇടവരുന്നു. അതിലധികം വളരെയധികം വിഷമമുണ്ട്. അത് ശരി, അത്തില്ലായിരുന്നോ? രണ്ടാമത്തെ കാര്യം, ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ല. എനിക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. മഹാന്മാരടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണ് ഉടഞ്ഞു പോകുന്ന പറഞ്ഞ സത്യ. ഇത്തരം എന്താ പറയണ്ട ഒരു സംസാരത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന സത്യങ്ങളും എൻ്റെ ശരിയും എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയുമാണ്. നീ എന്താണ് കടങ്കഥ പറയണ? അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. ആണോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അയാൾ മെനക്കെട്ട് ഇത്രയും പറഞ്ഞതല്ലേ, അച്ഛന്റെ പ്രായമല്ലേ, അതങ്ങ് സമ്മതിച്ചുകൂടെ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ ഇല്ലായിരുന്നു. ഞാൻ വിശ്വാസം വരണില്ലല്ലേ. ഗുജറാത്തിലായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു, മദ്രാസിലായിരുന്നു. അതിലേറ്റവും പ്രധാന ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര എത്ര രാജ്യങ്ങൾ. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്തിനാ? ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? അതിനൊരു വിധേയരായവരല്ല. ചോദ്യം നിന്റേതായ സ്ഥിതിക്ക് മറുപടി നീ തന്നെ പറയുന്നതായിരിക്കും. ഞാൻ പറയുന്നത് എന്താണെന്നൊന്നും അറിയില്ല. ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിയിട്ട് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് നിന്റെ ഒരവസ്ഥ. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ, ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് അന്യന്മാരായി പോകുന്നത്? മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഞാൻ എന്താ പറയണ്ടേ അദ്ദേഹത്തിനോട്? ഞാൻ പോകുന്നു. ബൈ ബൈ.